ഹലോ ഗൈസ്, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹോക്കൈ സീരീസ് എക്സ്പ്ലനേഷന്റെ ഭാഗമായിട്ടുള്ള എപ്പിസോഡ് 2 നടന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എപ്പിസോഡിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അതൊന്ന് പോയി കണ്ടിട്ട് ഈ ഒരു വീഡിയോയിലേക്ക് വരണം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല, നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. വെൽക്കം ടു ബിയോണ്ട്. സോ കഴിഞ്ഞ എപ്പിസോഡിൽ ഹോക്കയും കേറ്റ് ബിഷപ്പും തമ്മിലുള്ള ഒരു ഫേസ് ഓഫിലാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഹോക്കയ്ക്ക് ഇവളൊരു പെൺകുട്ടിയെന്ന് മനസ്സിലായി. അത് മാത്രമല്ല, അവളാണെങ്കിൽ ഹോക്കയെ കണ്ട എക്സൈറ്റ്മെന്റിലും പിന്നെ ഈ ട്രാക്ക് സ്യൂട്ട് മാഫിയ ആയിട്ടുണ്ടായ ഒരു ഫൈറ്റിലൊക്കെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. സോ ഇതുകൊണ്ടൊക്കെ തന്നെ അവളെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി അവർ രണ്ടുപേരും കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്നതാണെങ്കിൽ കേറ്റ് ബിഷപ്പിന്റെ തന്നെ അവൾക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് ഉണ്ട് അങ്ങോട്ടേക്ക്. അവിടെ ചെല്ലുമ്പോൾ ആ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട ആ ഒരു നായനെയൊക്കെ അവിടെ കാണാം. ഹോക്കയുടെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് വേഗം അവളുടെ കയ്യിൽ നിന്ന് സ്യൂട്ട് വാങ്ങി എവിടെയെങ്കിലും സേഫ് ആക്കി വെച്ചിട്ട് ക്രിസ്മസിന് മുന്നേ തന്നെ തിരിച്ച് നാട്ടിൽ പോകാനാണ്. അങ്ങനെ അവർ തമ്മിൽ ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു സ്യൂട്ട് എവിടുന്നാ കിട്ടിയത്, ബ്ലാക്ക് മാർക്കറ്റ് ഓപ്ഷൻ, അർമാൻഡിനെ കൊന്നത് ആരാണ്, അതുപോലെ ഇവൾ ഈ കേറ്റ് ബിഷപ്പിന് ഇതിലുള്ള റോൾ എന്താണെന്നൊക്കെ. അവൾക്ക് ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവാത്തതുകൊണ്ട് ഹോക്കൈ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സ്യൂട്ട് ഉപയോഗിച്ചിരുന്ന ആളെന്ന് പറയുന്നത് അയാൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, അതിലൊരു ടീം മാത്രമാണ് ഈ ട്രാക്ക് സ്യൂട്ട് മാഫിയ, അതുകൊണ്ട് ഇത് കളിക്കാനുള്ള സാധനമല്ല എന്നൊക്കെ. പെട്ടെന്നാണ് ഇതിന്റെ ഇടയിൽ കൂടെ ഈ പറഞ്ഞ ട്രാക്ക് സ്യൂട്ട് മാഫിയ അവളുടെ സ്ഥലം അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇനി ഇവൾ ഇവിടെയും സേഫ് അല്ല എന്ന് മനസ്സിലായ ഹോക്കൈ അവളെ കൂട്ടി വേഗം അവിടുന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ആ ഒരു സ്യൂട്ട് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ മെട്രോ ഒക്കെ കയറി വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് കുറെ ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങാൻ കയറുന്നുണ്ട്. അത് പറയാൻ കാര്യം ആക്ച്വലി ഈ ഒരു സമയത്തൊക്കെ കേറ്റിന്റെ ഒരു മൈൻഡ് എന്ന് പറയുമ്പോൾ ഹോക്കയുടെ കൂടെ ഒരു അവഞ്ചേഴ്സിലേക്ക് ഫൈറ്റിലേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ്, അല്ലാതെ ഒരു പേടിയോ ടെൻഷനോ ഒന്നുമല്ല. അത് അവളുടെ സംസാരത്തിൽ തന്നെ ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് വാങ്ങാൻ ഉദ്ദേശിച്ച് സപ്ലൈസ് എടുക്കണം എന്ന് ഹോക്കൈ പറയുമ്പോൾ അവഞ്ചേഴ്സിലേക്ക് സപ്ലൈസ് ആണോ എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. എന്തൊക്കെയാലും പിന്നീട് അവർ പോയത് ഈ ഒരു കേറ്റിന്റെ തന്നെ ഒരു ആന്റിയുടെ ഒരു ഒഴിഞ്ഞ അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു, അങ്ങോട്ടേക്കാണ്. അവളെ അവിടെ സേഫ് ആക്കിയ ശേഷം ഹോക്കൈ തിരിച്ചൊരു സ്യൂട്ട് എടുക്കാൻ വേണ്ടി പോയി. പക്ഷെ ഈ ഒരു നേരം കൊണ്ട് തന്നെ അവിടെ മുഴുവൻ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഹോക്കൈ എന്താ ചെയ്തെന്ന് വെച്ചാൽ അവരുടെ തന്നെ ഒരു കോസ്റ്റ്യൂം അടിച്ചു മാറ്റിയിട്ട് അപ്പാർട്ട്മെന്റിലേക്ക് കയറി നോക്കിയപ്പോഴാണ് പണി പാളി, സ്യൂട്ട് മിസ്സിംഗ് ആണെന്ന് മനസ്സിലായത്. സോ തിരിച്ച് ഗേറ്റിന്റെ അടുത്തെത്തി അവിടെ ന്യൂയോർക്കിൽ ഫയർഫോഴ്സിന്റെ സോഷ്യൽ മീഡിയ പേജ് ഒക്കെ വെറുതെ എടുത്ത് നോക്കുമ്പോഴാണ് ഏതോ ഒരുത്തൻ അതിലാ റോണിൻ സ്യൂട്ട് ഒക്കെ ഇട്ടുകൊണ്ട് റീലിട്ടിരിക്കുന്ന ഹോക്കൈ കാണുന്നത്. അങ്ങനെ എന്തായാലും നേരം വെളുത്തു പിറ്റേ ദിവസമായി. കാര്യങ്ങൾ ശരിയാക്കാതെ തിരിച്ച് നാട്ടിൽ പോയി ക്രിസ്മസ് കൂടാൻ പറ്റില്ല എന്ന് മനസ്സിലായ ഹോക്കൈ ക്രിസ്മസ് ആവുമ്പോഴേക്കും തിരിച്ച് എങ്ങനെയും വീട്ടിലേക്ക് എത്തിക്കോളാന്ന് പറഞ്ഞിട്ട് മക്കളെയൊക്കെ തൽക്കാലം നാട്ടിലേക്ക് വിടുകയാണ്. ഇതേ നേരത്ത് കേറ്റ് രാവിലെ ന്യൂസ് നോക്കുമ്പോൾ ന്യൂസിൽ അർമാൻഡിനെ കൊന്നത് തലേ ദിവസം റോണിൻ സ്യൂട്ട് ഇട്ട് നടന്നുകൊണ്ടിരുന്നവനാണെന്നൊക്കെയാണ് പറയുന്നത്. സോ എന്തായാലും കുടുങ്ങിയെന്നവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. അങ്ങനെ ഹോക്കൈ അന്നത്തെ ദിവസം അവളോട് ബായ് പറഞ്ഞിട്ട് സ്യൂട്ട് റിക്കവർ ചെയ്യാനും പോയി. കേറ്റ് ആണെങ്കിൽ ബിഷപ്പ് സെക്യൂരിറ്റീസിലേക്ക് അമ്മയെ കാണാനും പോയി. അവിടെ ചെന്ന് കയറിയപ്പോഴാണെങ്കിൽ അവിടെ ജാക്കും ഉണ്ടായിരുന്നു. അവരങ്ങനെ അവളുടെ അപ്പാർട്ട്മെന്റിലെ തീപിടുത്തത്തിനെ കുറിച്ചും അർമാൻഡിന്റെ മരണത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാക്കിനെ ഈ ഒരു അർമാൻഡിന്റെ കാര്യത്തിൽ കേറ്റിന് നല്ല സംശയമുണ്ട്. സോ എന്തൊക്കെയായാലും ഈ ഒരു സെയിം ടൈമിൽ ഹോക്കൈ സ്യൂട്ടും അന്വേഷിച്ചിട്ട് ചെന്നെത്തിയിരിക്കുന്നത് ക്രിസ്മസിന്റെ ഭാഗമായിട്ടുള്ള ഏതൊരു കോസ്പ്ലേ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്താണ്. അവിടെ എന്താ പരിപാടി എന്ന് വെച്ചാൽ കുറെ പേര് അവർക്ക് ഇഷ്ടമുള്ള പല വൈക്കിംഗ് ക്യാരക്ടേഴ്സിന്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഫേക്ക് വെപ്പൺസ് കൊണ്ട് ഫൈറ്റ് ചെയ്തിട്ട് എൻജോയ് ചെയ്യുന്നു. അത് ശരി, അപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചാൽ ഇന്നലെ നമ്മൾ റോണിൻ സ്യൂട്ട് ഇട്ട് റീൽ ചെയ്തവനെ കണ്ടില്ലേ, അവൻ കേറ്റിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ആ സ്യൂട്ടും പൊക്കിയിട്ട് വന്നത് ഈ നാടോടി നൃത്തം കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഹോക്കൈ ഒരുവിധം അവൻ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ചിട്ട് മര്യാദയ്ക്ക് ആ സ്യൂട്ട് എന്നാൽ ഞാനങ്ങ് പോയില്ലെങ്കിൽ രണ്ട് പല്ല് കയ്യിലിരിക്കുന്നൊക്കെ പറഞ്ഞ് വരട്ടാൻ നോക്കി. അൺഫോർച്ചുനേറ്റ്ലി അവനാണെങ്കിൽ വലിയ ഫാനായിരുന്നു. അത് മാത്രല്ല ആ ഗെയിമിൽ അവന് ഹോക്കയെ തോൽപ്പിച്ച് ഫസ്റ്റ് അടിക്കാൻ കൂടെ നിൽക്കണം പ്ലീസ്, അത് കഴിഞ്ഞാൽ ഞാൻ ഇത് ഊരി തന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തു. എന്തേലും പുല്ലാവട്ടെ എന്ന് വിചാരിച്ച് ഹോക്കയെ അതൊക്കെ സമ്മതിച്ചു കൊടുത്ത് അവസാനം അവന്റെ അടുത്ത് സ്യൂട്ട് ഊരി വാങ്ങി എവിടെ ഒരിടത്ത് സേഫ് ആക്കി ഒരു ലോക്കറിൽ വെച്ചു. ഇതൊക്കെ തീർന്നപ്പോഴത്തേക്ക് ഇനിയും ചിലത് ചെയ്യാനുണ്ട്, ഒരു ഡേയും കൂടി വേണ്ടിയിരുന്നു മനസ്സിലാക്കിയുള്ള ഹോക്കൈ വീട്ടിലേക്ക് വിളിക്കുകയാണ്. വീട്ടിലാണെങ്കിൽ ഫുൾ ഫാമിലി ക്രിസ്മസിനായിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അങ്ങനെ ഹോക്കൈ ഭാര്യയായിട്ടുള്ള ലോറ ബാർട്ടിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ചും കൂടി ടൈം വേണം, ട്രാക്ക് സ്യൂട്ട് മാഫിയൻ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അവരൊന്ന് ഒതുക്കാനുണ്ട്, ഞാൻ എന്തായാലും ടൈമിന് എത്തിക്കോളാം എന്നൊക്കെ പറയാണ്. ലോറ ബാർട്ടിനും എന്തായാലും കുഴപ്പമില്ല, സേഫ് ആയിട്ടിരിക്കും, ക്രിസ്മസിന് ഇനി 5 ദിവസം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ്. കാര്യം അവരൊരു ഏജന്റ് ആയിരുന്നല്ലോ. മാത്രമല്ല റോണിനായിട്ടുണ്ടായിരുന്ന സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ ലോറയ്ക്ക് അറിയാമെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്തായാലും നെക്സ്റ്റ് സീനിൽ കേറ്റും എലനോറും ജാക്കും ഒരു ഫാമിലി ഡിന്നറിലാണ്. കേറ്റിനും ജാക്കിനും ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കിയിട്ട് അവർ തമ്മിൽ ഒരു ബോണ്ടിങ്ങിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും കേറ്റിന് ഇപ്പോഴും ജാക്കിനൊന്ന് ടെസ്റ്റ് ചെയ്താൽ കൊള്ളാന്നുണ്ട്. സോ കഴിഞ്ഞ എപ്പിസോഡിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജാക്ക് കുറച്ച് സോഡ്സിനോടൊക്കെ ഭയങ്കര ക്രേസ് ഉള്ള ഒരാളാണ്. സോ കേറ്റ് അത് തന്നെയാണ് കയറി പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേറ്റ്, ഞാനിവിടെ 2 തവണ ഫെൻസിങ് ചാമ്പ്യൻ ആണ്, നിങ്ങൾ എന്തായാലും ഒരു സോഡ്സ് എന്തൂസിയസ്റ്റ് ഒക്കെ ആണല്ലോ, എന്നാൽ നമുക്കൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് ജാക്കിനോട് വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ അമ്മയ്ക്ക്, അതായത് എലനോറിന് ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് നന്നായിട്ട് മനസ്സിലായി. അത് തടയാൻ നോക്കിയെങ്കിലും ജാക്ക് ഒരു കൂളായുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നാ പിന്നെ ഒന്ന് നോക്കാമെന്നും ജാക്കും പറഞ്ഞു. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കേറ്റ് 2 തവണ ഈസി ആയിട്ട് ജയിക്കുന്നുണ്ട്. ക്ലിയർലി
ജാക്ക് വിട്ടുകൊടുക്കുന്ന പോലെ. അവൾ അതും പറഞ്ഞുകൊണ്ട് ജാക്കിനോട് ജാക്ക് എന്തോ ഒളിപ്പിക്കുന്നുണ്ട്, ഫെൻസിങ് അറിയാത്ത പോലെ കാണിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആർഗ്യൂ ചെയ്യുന്നുണ്ട്. പറഞ്ഞു വരുമ്പോൾ ശരിയാണ് കാര്യം. കാരണം ഹെൽമെറ്റ് ഇല്ലാത്ത സമയത്ത് ജാക്കിന്റെ മുഖത്ത് കുത്താൻ പോയ കേറ്റിന്റെ സൂട് വളരെ സ്കിൽഫുൾ ആയിട്ടാണ് ജാക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നത്. എന്തായാലും പ്രശ്നം അലമ്പായി. എലനോർ കേറ്റിനോട് ചൂടായിട്ട് നടക്കുകയാണ്. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കേറ്റിന്റെ സംശയം ശരിയാണ്. കാരണം അവള് ചോദിക്കുന്നത് അർമാൻഡ് എലനോറിനെ ത്രറ്റൻ ചെയ്ത അതേ ദിവസം തന്നെ രാത്രി അയാൾ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നാണ്. അതും വാളുകൊണ്ടാണ് വെട്ടി കൊന്നിട്ടുള്ളത്. തൊട്ടേനും പിടിച്ചതിനൊക്കെ തോക്കെടുത്ത് വെടിക്കുന്ന ന്യൂയോർക്കിൽ എത്ര പേരാണ് ഇതുപോലെ വാളുകൊണ്ട് കൊല്ലപ്പെടുന്നത്. പിന്നെ അത് മാത്രമല്ല ജാക്കും അർമാൻഡും തമ്മിൽ അത്ര രസത്തിലല്ല എന്ന് വളരെ ക്ലിയറുമാണ്. എലനോർ പക്ഷെ അവളെ സമാധാനിപ്പിക്കുകയാണ്. ഇതൊക്കെ ഇന്നലെ നടന്ന അറ്റാക്കിന്റെ ഒരു പേടിയിൽ നിനക്ക് തോന്നുന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത്. അത് മാത്രമല്ല ബൈ ദ വേ ഇന്നലെ നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കേറ്റ് പിന്നെ ആകെ തപ്പി കളിക്കുകയാണ്. ഇതൊക്കെ കേട്ടോണ്ട് പക്ഷെ ജാക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. എലനോർ ഇതൊക്കെ വിട്ടിട്ട് ജാക്കിനോട് സോറി പറയാൻ കേറ്റിനെ നിർബന്ധിച്ചു. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ ജാക്ക് അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബട്ടർ സ്കോച്ച് ക്യാൻഡി എടുത്തിട്ട് ആൾക്ക് നേരെ നീട്ടുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അർമാൻഡിന്റെ വീട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്ന സെയിം സാധനം. ഒന്നാമത് ഇത്രയും സംശയവും പിന്നെ ഇതും കൂടി ആയപ്പോ കേറ്റ് പിന്നെ ആകെ പേടിച്ച് പതുക്കെ അതും ഇതൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂട്ടായി. പാരലലി ഇതേ സമയത്ത് ഹോക്കായി ട്രാക്ക് സൂട്ട് മാഫിയൊക്കെ ആയിട്ട് ഒരു ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവന്മാർ തന്നെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടി നിന്നു കൊടുക്കുകയാണ്. അങ്ങനെ അവരുടെ സ്ഥലത്തെത്തിയ ഹോക്കയെ അവർ കയ്യും കാലൊക്കെ കെട്ടിയിട്ടിട്ട് കേറ്റ് ബിഷപ്പ് എവിടെയെന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഓടും പൊളിച്ച് കേറ്റ് അവരുടെ മുന്നിൽ വന്ന് വീഴുന്നത്. അല്ലാഹു ആണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഉദ്ദേശിച്ച സൂപ്പർ ഹീറോ ലാൻഡിംഗ് ആയിരിക്കണം. ഇതിപ്പോ എങ്ങനെ വന്നു എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂട്ടായ കേറ്റ് ആദ്യം വിളിച്ചത് ഹോക്കയെ. അപ്പൊ ഫോൺ എടുത്തതാണെങ്കിൽ ട്രാക്സൂട്ട് മാഫിയയിലുള്ള ഒരുത്തൻ. ഹോക്കയെ ഡേഞ്ചറിലാണെന്ന് മനസ്സിലായ കേറ്റ് ബിഷപ്പ് സെക്യൂരിറ്റീസിന്റെ എന്തോ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഫോൺ ട്രാക്ക് ചെയ്തിട്ട് എത്തിയതാണ്. എന്തൊക്കെയായാലും ഇപ്പൊ രണ്ടിനെയും പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ട്. ഹോക്കയെ ഇത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പ്ലാനിട്ട് വന്നപ്പോഴാണ് കേറ്റ് ഒരു കാര്യമില്ലാതെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന് കയറിയത്. എന്തൊക്കെയായാലും ഇനിയാണ് ട്രാക്സൂട്ട് മാഫിയയുടെ ലീഡറിനെ പരിചയപ്പെടുത്തേണ്ട ടൈം. ആൻഡ് അതാണ് മായ ലോപ്പസ്. ഇവൾ ആരാണ് എന്താണ് എന്നൊക്കെ വേറെ തന്നെ പറയേണ്ട ഒരു കഥയാണ്. സോ അത് നമ്മൾ അടുത്ത എപ്പിസോഡിന്റെ തുടക്കത്തിൽ പറയാം. സോ എന്തൊക്കെയായാലും ഈ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടിയിട്ട് നമ്മൾ എപ്പിസോഡ് 2ന്റെ വീഡിയോയുടെ നിർത്തുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പറയണം. ആൻഡ് നെക്സ്റ്റ് വീഡിയോ ഇസ് ഓൺ ദ വേ. അതുവരെ ദിസ് ഈസ് സൈനിങ് ഓഫ് ആൻഡ് ബൈ ബൈ ഫ്രം ബിയോണ്ട്.